Rahul? ചേച്ചി അയ്യോ രാഹുലിന്റെ സോങ് ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഈ 3 ഗേൾസിനെയും ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ഡാൻസിങ്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം കണ്ട് പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. യു ഗേൾസ് വർ ജസ്റ്റ് ബ്യൂട്ടിഫുൾ. Okay, of course, I think the classical art forms, 4 of them, ഈ സ്റ്റേജിൽ ഒരുമിച്ച് കാണാൻ കിട്ടിയ ഒരു റയർ ഓപ്പർച്യൂണിറ്റി ആണ്. സോ ലെറ്റ്സ് നോ യുവർ നെയിംസ്. പേര്? ശരണ്യ, അശ്വതി, അഞ്ജു. ഫ്രണ്ട്സ് ഓർ? ശരണ്യ is my junior. കോളേജിലെ ജൂനിയർ. എന്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. വെരി നൈസ്. അഗൈൻ ഫുൾ സപ്പോർട്ട് ഇല്ലാതെ ഈ കണ്ടസ്റ്റൻസ് ഒരിക്കലും ഇത്രയും നല്ല പെർഫോമൻസസ് കാഴ്ചവെക്കാൻ സാധിക്കില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് all of you danced wonderfully. നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു, ആരാണ് ബെറ്റർ, ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ മോഹിനിയാട്ടമാണോ, ആൻഡ് ഫുൾ എക്സ്പ്രഷൻസ്. ഇറ്റ് വാസ് ലവ്ലി. അതുകൊണ്ട് രാഹുൽ, എനിക്കൊരു ഐഡിയ ഇല്ല, പാട്ട് കേട്ടൊന്നുമില്ല, പക്ഷെ കേട്ട ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ബട്ട് വീഡ് ലൈക്ക് ടു അപ്ലോഡ് യു വൺ മോർ ടൈം. താങ്ക് യു. ഐ ഹോപ്പ് യു കീപ് ഡാൻസിങ്. All right. So definitely visually ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പെർഫോമൻസ് കാണാനും കേൾക്കാനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം. ലെറ്റ്സ് ആസ്ക് ശങ്കരേട്ടാ. രാഹുൽ, വെൽ ഡൺ. ഫസ്റ്റ് ക്ലാസ് ആയി പാടി. ശരിക്കും ആഭോഗി രാഗത്തില് ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ പാട്ട് അത് നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വേർഡ്സും അതിന്റെ ലിറിക്കും വളരെ മനോഹരമായിട്ടുണ്ട്. രാഹുൽ പാടിയതും നല്ല തെറ്റില്ലാണ്ട് തന്നെ ഫുൾ നന്നായിട്ട് തന്നെ പാടി. പ്രത്യേകിച്ച് ആ ഖണ്ഡനട, ആ ചതുരശ്ര നടയുന്ന ഖണ്ഡനടയിലേക്കുള്ള ആ മാറ്റം, അത് വളരെ ആ ഡാൻസോട് കൂടി കളിച്ച കുട്ടികൾ നന്നായിട്ട് കളിച്ചു, അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ ആ ചേർന്ന് വന്നപ്പോൾ നമുക്കൊരു കണ്ണിനും കാതിനും നല്ലൊരു ഉത്സവമായിട്ട് മാറി. എല്ലാം വളരെ സന്തോഷമായി. പിന്നെ നന്ദബലം എന്നാണ് കുറച്ച് കേൾക്കുന്നത്, നന്ദബാലം വ്യക്തമായിട്ട് കുറച്ച് കേൾക്കുന്നില്ല. അത് ഒന്ന് എന്താണ്? നന്ദബാലം തന്നെയല്ലേ? നന്ദബാലം. ആ, പാടി വരുമ്പോ എന്തോ അങ്ങനെ എന്റെ കൗണ്ടിങ്ങില് താളത്തിന്റെ കുറച്ച് ഇതുകൊണ്ട് നന്ദബലം ബലം കേൾക്കുന്ന പോലെ തോന്നി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, തെറ്റല്ല ഞാൻ പറഞ്ഞ. പിന്നെ ഖന എന്നുള്ള സ്ഥലത്ത് ആ ലാസ്റ്റിൽ ഒരു ഖന എന്നുള്ള സ്ഥലം എവിടെയാണത്? ആദ്യത്തെ അല്ല, ചരണത്തിൽ പല്ലവിയിലുള്ള അല്ല, രണ്ടാമത്തെ ചരണത്തില് ഖന എന്നുള്ളൊരു സ്ഥലത്ത് പാടിയപ്പോ ചെറിയൊരു ഒരു തപ്പൽ വന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അത് തെറ്റല്ല. തുടക്കം മുതൽ ആ ടെമ്പോ കീപ്പ് ചെയ്തു. പിന്നെ ശ്രുതി ശുദ്ധമായിട്ട് പാടി, നന്നായിട്ട് പാടി. ക്ലാസിക്കല് ഒരുവിധം പഠിച്ച കുട്ടിക്ക് മാത്രമേ ഇതുപോലൊരു സോങ് പാടാൻ സാധിക്കുള്ളൂ. പെട്ടെന്നൊന്നും പാടാൻ കഴിയില്ല ഈ സോങ്. അങ്ങനത്തെ ഒരു സോങ് ആണത്. അത് വളരെ ഭംഗിയായിട്ട് ഈസി ആയിട്ട് പാടി, വളരെ നന്നായി. താങ്ക് യു സോ മച്ച്. അസാധ്യമായിരുന്നു രാഹുൽ. താങ്ക് യു സർ. ആ ഒരു തപ്പലെന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ് രാഹുലിന്റെ അടുത്ത് നിന്ന് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത്. കാരണം സർ ലിറിക്സും കുറച്ചൊരു പിന്നെ എല്ലാം ഓൾ ടുഗദർ അവരുടെ 3 പേരുടെ പെർഫോമൻസ് അസാധ്യമായിരുന്നു. നന്നായിട്ട് ആ പാട്ടിനെ ഹെൽപ്പ് ചെയ്തിരുന്നു. 3 പേരും 3 വഴിക്ക് തന്നെ തനിയെ തന്നെ പോവായിരുന്നെങ്കിൽ അത് 3 കൂടെ ചേർന്നിട്ട് വല്ലാത്തൊരു കോർഡിനേഷൻ ആയിരുന്നു. രാഹുൽ എക്സലന്റ് ആയിരുന്നു. ഞങ്ങൾ ഈ ഒരു പെർഫോമൻസ്, ഇതിന്റെ ഈ ഒരു സ്പിരിറ്റിൽ തന്നെ ഇനി മുൻപിലേക്ക് പോകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രാഹുൽ. ഞങ്ങളുടെ പ്രതീക്ഷ ആസ്ഥാനത്തല്ലല്ലോ അല്ലേ? കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു അനുചര. ദീദി, really an audio visual delight. ഇവർ சொன்ன மாதிரியே I felt the same thing. ரொம்ப பியூரா இருந்தது எனக்கு. இந்த dancers were just brilliant. ஐயோ, எப்படி சொல்றதுன்னு புரியல. ஏன்னாக்கா it's very very difficult to do your own thing and still get coordinated. Chilapodha, they would all come together and it was so marvelous and so wonderful was your singing that it did not distract from them. Thank God for that. Really, one supported the other, and I think on such an auspicious day, I think it was just right that you picked a song like this and did so well. Romba nanna irundhathu pa. Romba nanna irundhathu. Okay. எல்லாரும் வந்திருக்கா இல்லையா இன்னைக்கு? Happy wish you to all of them. எல்லாருக்கும். You must be very proud, to have such a wonderful student. Absolutely brilliant. Congratulations. Thank you, Didi. And finally, Sharat sir. നന്നായിരുന്നു രാഹുൽ. താങ്ക് യു. കൈതപ്ര അണ്ണാച്ചിയുടെ ആണല്ലേ? അണ്ണാച്ചിക്ക് ഒരു ഹായ്. വളരെ നന്നായിരുന്നു. എനിക്ക് ഒത്തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്കൊരു സങ്കടം, ഇത് ഈ ഒരു പാട്ട് ഇവിടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും കേട്ടുണ്ടോ? കൈ വെക്കാൻ കേട്ടോ?
ഞാൻ ഡാൻസ് കണ്ടുള്ളൂ. ഒരാള് കൈ വെക്കുന്നു, കൊള്ളാം. ഒരു കൊച്ചു കൈ കണ്ട് ഞാനിപ്പോ, കുഞ്ഞു കേട്ടോ, ഇപ്പം ജനിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് കാര്യം നല്ലൊരു പാട്ടാണ്. ചില തലയെടുത്താണ് അത് കേട്ടോ. നല്ല പാട്ട് ജനങ്ങളിൽ എത്താണ്ട് പോകുന്നത് സങ്കടമാണ്. അപ്പൊ എന്തൊക്കെയാലും കൈതപ്ര അണ്ണാച്ചിക്ക് ഒരു ഉമ്മ. പിന്നെ മോനെ നന്നായിരുന്നു, ടോട്ടൽ നന്നായിരുന്നു. തുടക്കം കുറച്ച് ശ്രുതി ചേർന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് ലാൻഡിങ് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ രാഹുല്. ഇനി അടുത്ത് നമ്മൾ ഫൈനൽ ആയതുകൊണ്ട് പറയാണ്, കുറച്ചും കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ഡാൻസേഴ്സ് ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പർ. കാര്യം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഈ അടുത്ത കാലത്തങ്ങ് ഇങ്ങനെ കൂടുതൽ ഡാൻസിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ച് രാഹുലിന്റെ പാട്ടൊന്നും ചെറുത്ത് ഞാൻ നടക്കുന്നില്ല. ഈ 3 പേരും കൂടെ അസാധ്യമായിരുന്നു. അവള് സത്യം പറയാറുണ്ട്, ഭയങ്കരമായിരുന്നു. പിന്നെ എനിക്ക് ആര് ചെയ്യുന്നതാണ്, ഞാനിത് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഇതിനിടയ്ക്ക് രാഹുലിന്റെ പാട്ട് ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഭംഗിയായിട്ട് ഡാൻസ്, അത് നല്ല 3 കുട്ടികൾ ചെയ്യുമ്പോൾ ആർക്കാണ് കൺഫ്യൂഷൻ വരാത്തതല്ല രാഹുല്? മറന്നുപോയത് കുഴപ്പമില്ല കേട്ടോ. ജഡ്ജസ് ഞങ്ങളെ വല്ലതൊക്കെ എഴുതാൻ മറന്നുപോയി. വേണ്ടി ചേട്ടൻ മൊത്തം പോയി. അത് പോട്ടെ, നന്നായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആ ഭാരതനാട്യം കളിച്ച മറ്റേ ഗ്രീൻ കളർ ഇട്ട കുട്ടി എനിക്ക് കുറെ എനിക്കിഷ്ടം. അത് എന്തോ ഭയങ്കരമായിട്ട് പെർഫോമൻസ് എനിക്ക് ഭയങ്കര കുച്ചിപ്പുടി ആയിരുന്നു. അത് ഇവിടെ നിന്നതാ. അതെ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് അതിന്റെ വേഷമൊക്കെ അറിയാം. നമുക്ക് ഇഷ്ടമാണെന്നേ ഉള്ളൂ. ഞാൻ പത്മാസ് പരിപാടിയൊന്നും അല്ലല്ലോ, ഇഷ്ടമാണെന്നേ ഉള്ളൂ. സൂപ്പറായിരുന്നു. അപ്പൊ മോനെ പിന്നെ ശ്രദ്ധിക്കേണ്ട, രാഹുൽ മേളത്തെ ഷഡ്ജം വരുമ്പോഴാണ് രാഹുലിന് കുറച്ച് ചേരാനൊരു വൈമനസ്യം ഉള്ളത് എനിക്ക് തോന്നുന്നത്. മേളത്തെ സാ വരുമ്പോഴാണ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ശ്രുതി ചേരാൻ. മോനെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് അതും കൂടെ ഒന്ന് ശരിയാക്കിയാൽ സൂപ്പറായിരിക്കും. ടോട്ടലി കണ്ണിനും കാതിനും എല്ലാം കംപ്ലീറ്റ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഭയങ്കര ഒരു വിരുന്നായിരുന്നു. താങ്ക് യു ജഡ്ജസ്, താങ്ക് യു രാഹുൽ ഫോർ നല്ലൊരു പെർഫോമൻസ്, ഇത്രയും നല്ലൊരു ദിവസം ഞങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചതിന്. വി ആർ ഓൾ വെരി വെരി ഹാപ്പി. യു ആർ ഹാപ്പി ടു അല്ലേ? മാർക്സ് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പി ആവാൻ പറ്റുമോ നോക്കാം. ഔട്ട് ഓഫ് 25 ദിദി 23 ശങ്കരേട്ടാ 23. Oh boy. Vinchata 23. And Sharat sir. ഈ ഡാൻസ് കൂടുതൽ കണ്ടുപോയി പാട്ട് കേട്ടില്ല മോനെ, ചുമ്മാ പറഞ്ഞ കേട്ടോ. രാഹുല് ഇത് ശ്രുതി ശരിയാക്കാൻ വേണ്ടി രാഹുലിന് 21 മാർക്സ്. 21 രാഹുലിന്റെ ടോട്ടൽ മാർക്സ് 90 മാർക്സ് ആണ് രാഹുലിന്റെ ഈ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയത്, which is very very high marks. Best of luck. So എനിക്കൊന്നും പറയാനില്ല, just rock on. Thank you. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് എനിക്ക് വേണ്ടി SMS അയക്കണം. എനിക്ക് വേണ്ടി SMS അയക്കേണ്ട ഫോമാറ്റ് ISS സ്പേസ് രാഹുൽ RAHUL. താങ്ക് യു. Well, what shall I say? വളരെയേറെ എൻജോയബിൾ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. നിങ്ങളുടെ വിഷയം അതുപോലെ തന്നെ വളരെയേറെ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഒക്കേഷൻ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ വി ഹാവ് ടൈം ഫോർ. പക്ഷേ ഇനിയും ഞങ്ങൾ കുറെ എപ്പിസോഡ്സ് ബാക്കിയുണ്ട്. ആൻഡ് ഈ 13ാമത്തെ സ്റ്റേജിലെ എല്ലാ എപ്പിസോഡ്സും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗായകന് ഗായിക്ക് തന്നെ വോട്ട് അയക്കുക. സോ ലെറ്റ് ദ ബെസ്റ്റ് പേഴ്സൺ വിൻ ദിസ് വണ്ടർഫുൾ കോമ്പറ്റീഷൻ. ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു, അശ്വരഥത്തിലെഴുന്നള്ളുന്നു ശില്പി യുഗശില്പി. ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പോലും കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തരരുത്. അങ്ങനെ തുടങ്ങി. എന്റെ ഗുരുനാഥന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരിക്കലും ദൈവതത്തില് ന്യാസമായിട്ട് കൊടുത്ത് കാമ്പോജി പാടുന്നതിനേക്കാൾ മനസ്സിലായി, ആ ദൈവത്തെ ന്യാസം കൊടുക്കുന്ന ഒരു നല്ല രീതിയല്ല. മനോധർമ്മ സ്വരം എന്ന് പറഞ്ഞാൽ മനോധർമ്മമായിട്ട് പാടേണ്ടതാണ്. അത് കാണാപ്പാടം പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള കള്ളത്തരം വെളി വരും കേട്ടോ.